ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരുടെയും കണ്ണിന് കുളിർമയേക്കുന്ന ഒരു കാഴ്ചയും കൊണ്ടാണ് കേട്ടോ. ഇന്നൊരു ബൊഗൻവില്ല ഗാർഡൻ ടൂറാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് കരേക്കാടുള്ള റഫീഖിൻ്റെയും ഷംലയുടെയും വീട്ടിലാണ് കേട്ടോ. ഇന്ന് ബൊഗൻവില്ല ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വളരെ നീറ്റായിട്ട് നല്ല ഭംഗിയിലാണ് ഇവിടെ ബൊഗൻവില്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് അവിടെ ഫ്ലവേഴ്സൊക്കെ കുറവാണ് എന്നാണ് പറഞ്ഞത്. അധികം പ്ലാന്റിലും മൊട്ടുകളാണ്. പിന്നെ ഉള്ള പ്ലാന്റുകളിലൊക്കെ പൂക്കളൊക്കെ കൊഴിയാറായിട്ടുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പല പല കളേഴ്സിൽ ഇങ്ങനെ ബൊഗൻവില്ല പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളവിടെ പോകുമ്പോൾ എല്ലാം മറന്നിരുന്നു പോകും. അത്രയും ഭംഗിയാണ് ഈ പൂക്കൾ കാണാൻ. അവരുടെ മുറ്റത്ത് മാത്രമല്ല, ടെറസിന് മുകളിലും ഒരുപാട് ബൊഗൻവില്ലാസ് ഉണ്ട്. ബൊഗൻവില്ല മാത്രമേ നമുക്കവിടെ ചെന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം മറ്റുള്ള ചെടികളൊക്കെ ഇതിന് മുന്നിലൊന്നും അല്ലാണ്ടാവും. ഒരുപാട് ബോൺസായി ചെടികളും അതുപോലെ മറ്റുള്ള ചെടികളും അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ ബൊഗൻവില്ലയെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അത്രയും നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന, എന്താ പറയാന്ന് എനിക്കറിയില്ല, അത്രയും ഭംഗിയാണ് ഈ പൂക്കൾ കാണാൻ. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് ദിവസം മുന്നേ നിങ്ങൾക്ക് വന്നുകൂടായിരുന്നോ, അന്നേരം ഇതിനേക്കാളും പൂക്കളുണ്ടായിരുന്നു എന്ന്. എല്ലാം വലിയ മദർ പ്ലാന്റ്സുകളാണ്. എന്നാലും കുറച്ച് അവർ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചെറിയ പ്ലാന്റുകൾ അവിടെ ഇട്ടോ. മാത്രമല്ല ഇതെല്ലാം അവർ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനോർത്തു ഈ പുതിയ വീടൊക്കെ വെച്ചിട്ട് താമസം മാറുന്നവർക്ക് ഇവിടുന്ന് 1-2 പ്ലാന്റൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ചാൽ നല്ല ഭംഗിയാവും. കാരണം നല്ല ഷേപ്പ് വന്ന വലിയ പ്ലാന്റുകളാണ് അധികവും. പിന്നെ ചെറിയ പ്ലാന്റുകൾ ആവശ്യക്കാർക്ക് ചെറിയ പ്ലാന്റായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ബൊഗൻവില്ലാസും അവൈലബിൾ ആണ്. അതിൻ്റെ ഒന്നും റേറ്റുകൾ ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഈ വലിയ 10 ഇഞ്ച് 12 ഇഞ്ച് പോട്ടിലൊക്കെ ചിലതിലൊക്കെ റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 500 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ പോട്ടിലിരിക്കുന്നതൊന്നും എനിക്ക് റേറ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. നേരിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ അവരുടെ കയ്യിൽ ബൊഗൻവില്ല മാത്രമല്ല കേട്ടോ സെയിലിനായിട്ടുള്ളത്, ബോൺസായി പ്ലാന്റ്സുകളും അവൈലബിൾ ആണ്. ഒരുപാട് നല്ല ഭംഗിയുള്ള ഷേപ്പിലുള്ള ബോൺസായികളും അവരുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ അവർ ഗാർഡൻ വർക്കുകളും ഗ്രാസ് വർക്കുകളും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല അഫോർഡബിൾ റേറ്റിന്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇതെല്ലാം അവരുടെ വീട്ടിലെ കളക്ഷനാണ് കേട്ടോ. ഇതല്ലാണ്ട് അവർക്കൊരു നഴ്സറി കൂടി ഉണ്ട്. നഴ്സറിയുടെ ലൊക്കേഷൻ വരുന്നത് കൽപ്പകഞ്ചേരിയിലാണ്. വൈഗ അഗ്രി ഗാർഡൻ എന്നാണ് നഴ്സറിയുടെ പേര് വരുന്നത്. അവിടെയും ഒരുപാട് ബൊഗൻവില്ല കളക്ഷനും ബോൺസായും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു വൈറ്റ് നോക്കൂ, ഇത് നാടൻ വെറൈറ്റിയാണ്. പക്ഷേ എന്നാലും നന്നായിട്ട് തിക്ക് ഫ്ലവർ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ കളർഫുള്ളായിട്ടുള്ള ബൊഗൻവില്ലാസിൻ്റെ ഇടയിൽ നിന്ന് വൈറ്റിന് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്.
ഇവർ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് NPK വളമാണെന്നാണ് പറഞ്ഞത്. NPK 19 സ്പ്രേ രൂപത്തിൽ സ്പ്രേ ചെയ്യാറുണ്ട്. 18 അടിവളമായിട്ടും കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. വേറെ വളങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. 15 ദിവസത്തിലൊരിക്കലാണ് ഇവർ വളം യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് അവർ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പഞ്ചായിട്ട് പൂക്കളുള്ളത്. ഇവരുടെ കയ്യിൽ ഹൈബ്രിഡ് മാത്രമല്ല നാടൻ വെറൈറ്റികളും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകല്ലേ. കൂടാതെ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇതവരുടെ ടെറസിലെ ഗാർഡനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നോ അല്ലേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.